ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും ഇഷ്ടമാത്ര സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ നമ്മുടെ അശ്വതിയാണെങ്കിൽ നമ്മുടെ മാധവിന്റെ ലയെടുത്ത് പറയുന്നുണ്ട്, ലയെ ഇത്ര നേരമായിട്ട് മാധവിനെ കാണുന്നില്ലല്ലോ, മാധവ് എപ്പോഴും ഇങ്ങനെ വൈകി വരാറുണ്ടോ എന്ന് ചോദിക്കുമ്പോ എവിടെയെങ്കിലും ലെക്ക് കെട്ട് കിടക്കുന്നുണ്ടാവും, ഏതെങ്കിലും റോഡ് സൈഡില് കിടക്കുന്നുണ്ടാകുമായിരിക്കും എന്ന് പറയുമ്പോഴേക്കും അശ്വത പറയണ്ട്, എങ്ങനെയല്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത്, നിന്റെ ഭർത്താവല്ലേ മാധവ്, ഭർത്താവാണെങ്കിൽ ഞാൻ ഈ രാത്രി അയാൾ അന്വേഷിച്ചു പോണോ? അല്ല, അയാൾക്കൊരു ചേട്ടനുണ്ടല്ലോ ഇവിടെ, ചേട്ടനാണ് പോലും ചേട്ടൻ, എന്റെ അനിയൻ ഇത്ര നേരിട്ട് വന്നിട്ടില്ല, എന്നിട്ട് കാണാതെ അന്വേഷിച്ചു പോയോ? ഇല്ലല്ലോ. അപ്പോഴേക്കും അശ്വത പറയണ്ട്, ചേട്ടനോ? ചേട്ടന് സ്വന്തം കുടുംബം നോക്കാൻ പോലും പറ്റുന്നില്ല, പിന്നെയല്ലേ അനിയന്റെ കുടുംബം നോക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരോ ബെല്ലടിക്കുന്ന ഒച്ച കേട്ട് അശ്വത വാതിൽ തുറക്കുന്നു കേട്ടോ. മാധവ്, നിങ്ങൾ ഇഷിതയും മഹേഷും മാധവിനെ കൊണ്ടുവന്ന് അങ്ങനെ പറഞ്ഞ കേൾക്കുമ്പോ തന്നെ ലയ അങ്ങോട്ടേക്ക് നോക്കാണ്. അപ്പോഴേക്കും മറ്റേ ഇത് എവിടെ നിന്ന് കിട്ടി എന്ന് അശ്വത ചോദിക്കുമ്പോഴേക്കും നമ്മുടെ മഹേഷ് പറയുന്നുണ്ട്, അത് റോഡ് സൈഡിൽ ലക്ക് കെട്ട് കിടക്കുമായിരുന്നു എന്ന് പറയണം. അത് കേട്ട് മാധവ് പറയുന്നുണ്ട് കുടിച്ചിട്ട്, അതെ അതെ ഇവർ റോഡിൽ കിടക്കുമായിരുന്നു, ഞാൻ എടുത്തോണ്ട് ഇങ്ങോട്ട് പോകുന്നതാ, വാ ചായ കുടിക്കാം എന്ന് പറഞ്ഞിട്ട് മാധവ് അവർ രണ്ടുപേരും വിളിക്കുകയാണ്. മഹേഷ് അകത്ത് കയറ്റിയിട്ട് മാധവിനെ അവിടുത്തെ സോഫയിൽ ഇങ്ങനെ കിടത്തുവാട്ടോ. അതിനുശേഷം അവിടേക്ക് മനസ്സിനെയും വരുന്നുണ്ട്. ലയ പറയുന്നുണ്ട് ഇഷിതടുത്ത്, നീ ഇപ്പൊ സന്തോഷിക്കായിരിക്കും അല്ലെ, ഇങ്ങനത്തെ കോലത്തിൽ മാധവിനെ കണ്ടപ്പോ എന്റെ മുമ്പിൽ ജയിച്ച പോലെ അതെനിക്കിപ്പോ തോന്നുന്നുണ്ടല്ലേ എന്നൊക്കെ പറയുമ്പോഴേക്കും ഇഷിത നമ്മുടെ ലയയുടെ അടുത്തേക്ക് പോയിട്ട് പറയുന്നുണ്ട്, നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു, നിന്റെ ഭർത്താവല്ലേ ഈ കിടക്കുന്നത്, ഭർത്താവ്, ഇയാളെ എന്റെ ഭർത്താവാണെങ്കിലും നിന്നെ കുറിച്ചുള്ള വിചാരം മാത്രമേ ഇയാളുടെ മനസ്സിലുള്ളൂ എന്നിങ്ങനെ പറയാണ്. അത് കേട്ട് മനസ്സിനെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, അങ്ങനെ പറഞ്ഞു കൊടുക്കുമോളെ എന്ന് പറയാണ്. അത് കേട്ട് ഇഷിത പറയുന്നുണ്ട്, അതെ നിങ്ങളുടെ മകൻ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ കാരണം ആരാന്നറിയാവോ, നിങ്ങൾ തന്നെയാണ് മനസ്സിനെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാലേ, നിങ്ങള് ഒരു പെണ്ണിനെ നിങ്ങളുടെ മകൻ ആദ്യം താലി കെട്ടി, അവള് ഗർഭിണി ആവില്ലെന്ന് നിങ്ങളൊരു ഡോക്ടറെ കൊണ്ട് പറയിപ്പിച്ചു, എന്നിട്ട് അവനെ വേറൊരു പെണ്ണിനെ കൊണ്ട് കെട്ടിപ്പിച്ചു, എന്നിട്ട് നിങ്ങൾ എന്ത് നേടി? ഇവളൊരു ഗർഭിണിയായി, പക്ഷെ ആ കുഞ്ഞിനെ പ്രസവിക്കാൻ ഇവൾക്ക് സാധിച്ചോ? നിങ്ങൾ നുണ പറഞ്ഞ് എന്നെ പറ്റിച്ച ആ ഡോക്ടർ ഉണ്ടല്ലോ, ആ ഡോക്ടർക്ക് ദൈവം ശിക്ഷ കൊടുത്തില്ലേ? പാവം, അവരുടെ കൊച്ചുമകൾക്ക്, ഒന്നുമില്ലാത്ത കൊച്ചുമകൾക്ക് ദൈവം ശിക്ഷ കൊടുത്തത്. അപ്പോ ശിക്ഷ എന്തായാലും കിട്ടും മനസ്സുനിയമ്മേ. അല്ല, നിങ്ങക്ക് മനസ്സുനിയമ്മ പേരിട്ടത് ആരാണ്? അല്ല, മനസ്സുനി, നിങ്ങൾക്കൊരു മനസ്സുണ്ടോ? പിന്നെ ഇങ്ങനെ മനസ്സുനി പേരിട്ടത്? സമ്മതിക്കണം പേരിട്ട ആളെ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അതിനുശേഷം മനസ്സിൽ പറഞ്ഞ, നീ എവിടെയാണ് ഈ കത്തിക്കയറി പോണത്? എന്റെ മോനെ ഈ അവസ്ഥയിലാക്കിയത് നീയാണ്, നീ അങ്ങനെ പോവാൻ വരട്ടെ, നിന്റെ ഭർത്താവ് മനപ്പുറം എന്റെ മോനെ കൊണ്ടുപോയിട്ട് കുടിപ്പിച്ചു കൊണ്ടു കിടത്തിയതല്ലേടി എന്നിങ്ങനെ പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും മഹേഷ് പണ്ട്, അതെ നിങ്ങളുടെ മോനെ കുടിപ്പിച്ചു കിടത്താൻ ഒരു കാര്യം ഉണ്ടായില്ല, റോഡ് സൈഡ് കിടക്കുമായിരുന്നു, പട്ടിയോ വണ്ടിയോ ഒന്ന് തട്ടണ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണ്, നിങ്ങൾ അധികം ഇങ്ങോട്ട് കുരക്കല്ലേ, ഞാൻ നിങ്ങളുടെ മോനെ എവിടെ നിന്നാണ് ഞാൻ കൊണ്ടുവന്നത് അവിടേക്ക് തന്നെ കൊണ്ടേയിടും എന്ന് മഹേഷ് പറയാണ്. ഇത് കേട്ട് ലയ പറയുന്നുണ്ട് മഹേഷിനോട്, നിനക്ക് നാണില്ലേ ഒരുത്തൻ കെട്ടിയ പെണ്ണിനെ വീണ്ടും കെട്ടാനായിട്ട്? അപ്പൊ മഹേഷ് പറഞ്ഞിട്ട്, അതെ അത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ടതല്ലേ, നിനക്ക് നാണമില്ലേ ഒരുത്തി കല്യാണം കഴിച്ച ആളെ വീണ്ടും വിവാഹം കഴിക്കാനായിട്ട്? അതെ, എനിക്ക് നാണല്ലോ ചോദിക്കാൻ നിനക്ക് എന്താ അർഹതയുള്ളത്? എനിക്ക് ഓൾറെഡി നേരത്തെ വിവാഹം കഴിഞ്ഞതാണ്, 2 കുട്ടികളും എനിക്കുണ്ട്, അങ്ങനെയുള്ള ഞാൻ ഏതെങ്കിലും കല്യാണം കഴിച്ച പെണ്ണിനെ കെട്ടണമെന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ പറ്റുമോ? പക്ഷെ നിനക്കെല്ലാം അറിഞ്ഞിട്ടില്ലേ നീ കെട്ടിയത്, അപ്പൊ ആരാ മണ്ടിയായത്? നീയല്ലേ എന്നൊക്കെ മഹേഷ് ലയെടുത്ത് പറഞ്ഞിട്ട് ലയ ഒന്നും മിണ്ടാതെ നിൽക്കുവാട്ടോ. അതിനുശേഷം ഇഷിത ലയെടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, അതെ ലയ, നീ ഒരുപാട് അങ്ങോട്ട് തുള്ളണ്ട, നീ എത്രയൊക്കെ ചാടിയാലും ഇഷിതയുടെ അടുത്തേക്ക് എത്തില്ല. നിനക്ക് ഒരു മനസ്സെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെങ്കിൽ നിന്റെ ഭർത്താവിനെ വല്ല ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയിട്ടെ ഇതിന് ചികിത്സ കൊടുക്കാൻ വേണ്ടി നോക്ക്, അപ്പൊ എല്ലാം നേരൊക്കെ നടന്നോളും. ആദ്യം സ്വന്തം ഭർത്താവിനെ സ്നേഹിക്കുക, എന്നിട്ട് സ്വന്തം ഭർത്താവിന്റെ അമ്മേനെ സപ്പോർട്ട് ചെയ്താൽ മതി, അത്രേ എനിക്ക് പറയാനുള്ളൂ. അത് കേട്ട് മഹേഷ് അഷിതടുത്ത് പറയുന്നുണ്ട്, അഷിതേച്ചി എങ്ങനെ ഈ കുടുംബത്തെ ജീവിക്കുന്നു എന്ന് പറയാണ്. കഷ്ടം തന്നെ. ഇഷിതേ വാ പോകാം എന്ന് പറഞ്ഞിട്ട് ഇഷിതനെ കൂട്ടിക്കൊണ്ട് മഹേഷ് അവിടെ നിന്ന് ഇറങ്ങുവാട്ടോ. അവരിറങ്ങി കഴിയുമ്പോഴേക്കും വണ്ടിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ മഹേഷ് അല്ല സോറി മാധവാണെങ്കിൽ ഇങ്ങനെ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ലയ പറയണു, അവിടെ കിടക്കട്ടെ ഇയാൾ ആരെയും കൂടെ പൊക്കിക്കൊണ്ട് നിർബന്ധം പറഞ്ഞത്, കിടക്കുക ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. ശേഷം ലയയും അതുപോലെ തന്നെ അഷിതയും കൂടി ചേർത്ത് മാധവനെ പൊക്കിയെടുത്തോണ്ട് അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോയി കിടത്തുവാട്ടോ. കിടത്തി കഴിയുമ്പോഴേക്കും നമ്മുടെ മാധവ് ഇങ്ങനെ പിച്ചുമ്പയും പറയുമ്പോഴേക്കും നമ്മുടെ അഷിത പറയുന്നുണ്ട്, ലയെ നീ ഇനിയെങ്കിലും മനസ്സിലാക്കുക, നിന്റെ ഭർത്താവിന്റെ തകർച്ചക്ക് കാരണം ഒരിക്കലും ഇഷിതയല്ല, അതിന് കാരണക്കാരി മനസ്സിനെ അമ്മയാണെന്ന് നീ മനസ്സിലാക്കില്ലേ. ഭർത്താവിന്റെ കൂടെ നിൽക്കേണ്ടത് നീയാണ്. നീ ആലോചിച്ചു നോക്ക്, മാധവ് മുമ്പ് ഇങ്ങനെയായിരുന്നോ? ഒരിക്കലുമല്ല. മാധവ് എത്രമാത്രമാ നിന്നെ സ്നേഹിച്ചത്.
പിന്നെ മാധവ് ഇങ്ങനെ ആയത് എപ്പോഴാണ്? അവന്റെ അമ്മ അവനെ ചതിച്ചു എന്ന് അറിഞ്ഞപ്പോ അല്ലേ? ആ സമയത്ത് അവന്റെ അമ്മയടുത്തുള്ള ദേഷ്യം കൊണ്ടിട്ടാണ് അവൻ ഇങ്ങനെ കുടിക്കുന്നത്, അല്ലാതെ വേറൊന്നും കൊണ്ടിട്ടല്ല. ആ സമയത്ത് നീ എന്താ ചെയ്യേണ്ടത്? അതെ, മാധവ് ഇപ്പോഴൊന്നല്ല, മുമ്പേ ഇങ്ങനെ തന്നെയായിരുന്നു. ഇഷിതക്ക് മാധവനോട് ഒരു ഇഷ്ടവും ഇല്ല, അത് നീ മനസ്സിലാക്ക് എന്ന് അഷിത ലയ എടുത്ത് പറയുമ്പോ ലയ പറയണ്ട്, ശരിയാ, നിങ്ങളുടെ രീതിക്ക് മാധവന് ഒരു ഇഷ്ടവും ഉണ്ടാവില്ല. പക്ഷേ ഇയാൾക്ക് ഇപ്പോഴും മനസ്സിൽ അവളാ ആ ഇഷിത. അത് നിന്റെ തോന്നലല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് കാരണക്കാരി നീ തന്നെയാ. നീ മാധവന് വേണ്ട പരിഗണനയും ഒരു ഭാര്യയുടെ സ്നേഹവും ഒരു ഇതും കൊടുക്കാത്തോണ്ട് തന്നെയാ മാധവ് അങ്ങനെ പോയെന്നേ ഞാൻ പറയുള്ളൂ. അതുകൊണ്ട് നീ ഇനിയെങ്കിലും മര്യാദക്ക് ആലോചിച്ച് ജീവിക്കാൻ നോക്ക് എന്നൊക്കെ ഈ അഷിത ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ മനസ്സിനെ അത് കേട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. നീ എന്താടി എന്നെ കുറ്റപ്പെടുത്തി പറയുവാണ് എന്റെ മരുമോളുടെ അടുത്ത്? ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, ഉള്ള കാര്യം പറയണേ. എല്ലാത്തിനും കാരണക്കാരി നിങ്ങളാണ്. നിങ്ങളുടെ മോന് നല്ലൊരു ജീവിതം കൊടുക്കണമെന്ന് നിങ്ങൾ ഇവളെ കൊണ്ട് കെട്ടിച്ചല്ലോ. എന്നിട്ട് എന്തായി മനസ്സിനെമേ? നിങ്ങൾക്ക് നാണുണ്ടോ? സ്വന്തം മകന്റെ 2 മക്കളുടെ ജീവിതം വഴിയാധാരമായി കണ്ണി കണ്ടിട്ടും നിങ്ങളൊന്നും പഠിച്ചില്ലല്ലേ എന്ന് കശിത പറയുമ്പോ, നീ അധികം ഒന്നും സംസാരിക്കണ്ട. നിന്റെ അനിയത്തി ഇവിടെ ഒന്ന് പറഞ്ഞു പോയപ്പോഴേ നിനക്ക് ധൈര്യം കിട്ടിക്കാണോ? അതിന്റെ പുറത്തിരട്ടി നീ എന്നോട് ഇങ്ങനെ സംസാരിക്കണത്? എനിക്ക് നിങ്ങളിങ്ങനെ സംസാരിക്കേണ്ട ഒരു കാര്യമില്ല. ആഹാ, നിന്റെ അഹങ്കാരത്തിൽ ഞാൻ കാണിച്ചിരാടി. നിന്നെ ഇപ്പൊ തന്നെ ഈ വീട്ടിൽ പറഞ്ഞ് പുറത്താക്കൂടി ഞാൻ. നീ നോക്കിക്കോ. എടാ മോനെ മഹേശ്വരെ, ഇങ്ങോട്ട് വാടാ. ഇവളെന്നെ പറഞ്ഞത് നീ കേട്ടില്ലേടാ? ഇവളോട് ഇറക്കി വീടാ. മോനെ മഹേശ്വരെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അത് കേട്ട് അഷിത പറയണ്ട്, അതെ, നിങ്ങൾ കുറെ നേരമല്ലേ മോനെ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. നിങ്ങളുടെ മോൻ ഇറങ്ങി വന്നോ? വരില്ല. നിങ്ങളുടെ സ്വഭാവം നന്നായിട്ട് അറിയാം. അയാളെ ഇറങ്ങി വരാനൊന്നും പോകുന്നില്ല എന്ന് പറയാണ്. കുറെ നേരം വിളിച്ചല്ലോ, മഹേശ്വർ പാവം ഇതുവരെ വന്നില്ല. എടി, നിന്നെ പുറത്താക്കാനേ എനിക്ക് അവന്റെ ആവശ്യമില്ല. അതേ, കഴുത്തിൽ പിടിച്ച് ഞാൻ പുറത്താക്കും. ആണോ? എന്ന് നിങ്ങൾ പുറത്താക്ക്. ഞാനും എന്റെ മോനും കൂടി ഇപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോകും. എന്നിട്ട് നിങ്ങൾ എന്നെ പീഡിപ്പിച്ചു പറഞ്ഞിട്ട് ഞാൻ കേസ് കൊടുക്കും. എന്താ അത് വേണോ? മനസ്സിനെവക്ക് ഇനിയുള്ള ജീവിതത്തിൽ ജയിൽവാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ നടക്കും എന്നൊക്കെ പറയട്ടെ. ഞാൻ എന്ത് പറയാനാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഷിത അവിടെ നിന്ന് പോകുന്നുണ്ട്. ലയയും അവിടെ നിന്ന് പോകുന്നുണ്ട്. ലയ റൂമിലിരിക്കുന്ന സമയത്ത് അഷിത ലയയുടെ അടുത്തേക്ക് വരുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ലയെ, നീ ഇനിയെങ്കിലും മനസ്സിലാക്കില്ലയേ, നിന്റെ ഭർത്താവിന്റെ തകർച്ചയ്ക്ക് കാരണം അവരാ, ആ മനസ്സിനി എന്ന് അഷിത പറയാണ്. അപ്പൊ ഇതൊക്കെ തന്നെ നമ്മുടെ മനസ്സിന് ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അഷിത പറയുന്നുണ്ട് ലയയെടുത്ത്, നീ ഇനി ചെയ്യേണ്ടത് നിന്റെ ഭർത്താവിനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുക. അതിലൂടെ അവൻ തിരിച്ചു വരും. നിങ്ങളൊരു കുടുംബമായിട്ട് ജീവിക്കുക. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളൊക്കെ തനിയെ വന്നോളൂ ഉറപ്പായിട്ടും. മാധവ് മുമ്പ് എന്ത് നല്ല മനുഷ്യനായിരുന്നു. നിന്നെ എത്രയൊക്കെ സ്ഥലങ്ങളിൽ ചികിത്സക്ക് വേണ്ടി കൊണ്ടുപോയി. അതൊക്കെ നീ ഇത്ര പെട്ടെന്ന് മറന്നോ എന്നൊക്കെ അഷിത പറയുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ ലയയുടെ ചെവിയിൽ കേൾക്കുന്നേ ഇല്ല കേട്ടോ. അതിനുശേഷം ഇഷിതയും മഹേഷ് കൂടി കാറിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. മഹേഷ് പറയുന്നുണ്ട്, താൻ കത്തിക്കടന്ന് പടർന്ന് പന്തളിക്കുന്നുണ്ടായാലും മനസ്സിനിയമ്മയുടെ മുമ്പിൽ പിന്നെ ഞാൻ പറയണ്ടേ? അവരുടെ വിചാരം അവന്റെ മോനെ ആലോചിച്ച് ഞാൻ ഇപ്പോഴും ഇരിക്കണെന്നാ. ശരിക്കും പറഞ്ഞാൽ അവരെന്നോട് ചെയ്തൊരു പുണ്യപ്രവൃത്തിയാ. അവരതങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് മഹേഷിനെ കിട്ടില്ലായിരുന്നു. ആ വീട്ടില് ഞാനിരുന്ന് നരകിച്ചേനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ മഹേഷിന്റെ ഫോൺ ബെല്ലടിക്കുക കേട്ടോ. അയ്യോ, വീട്ടിൽ അറിഞ്ഞെന്ന് തോന്നുന്നു നമ്മൾ പുറത്തേക്ക് വന്നത് എന്ന് പറയുമ്പോഴേക്കും, ഇല്ലടോ, വേറെ ആരുമല്ല, സാന്ദ്രയാ വിളിക്കണത്. ഹലോ, ആ സാന്ദ്ര പറ. ആ മഹേഷ് ഇപ്പോ വീട്ടിലാണോ? ഉറങ്ങിയിട്ടുണ്ടാവില്ലെന്ന് വിചാരിച്ചിട്ട് തന്നെയാ ഞാൻ വിളിച്ചത്. വീട്ടിലല്ല, ഞാൻ പുറത്താണ്. പറഞ്ഞോ സാന്ദ്ര. അതെ, മഹേഷിനോടൊരു കാര്യം അന്വേഷിക്കാൻ പറഞ്ഞിരുന്നില്ലേ? അതിനെക്കുറിച്ച് അന്വേഷിച്ചു. കുറച്ച് കാര്യങ്ങൾ തെളിവ് കിട്ടിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയാനാണ്. മഹേഷ് നാളെ ഫ്രീ ആവുമ്പോ ഇവിടേക്ക് വരാവോ? എന്തിനാ നാളത്തേക്കാക്കണത്? ഞാൻ ഇന്ന് തന്നെ വരാം. ഞാനിപ്പോ സ്റ്റേഷന്റെ ആ പരിധിയിൽ തന്നെയുണ്ട്, അവിടേക്ക് വരാം. ശരി, എങ്കിൽ വേഗം വാ. ഒരു 2 മണിക്കൂർ കൂടി ഞാൻ ഇവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഞാൻ പോകും. ശരി, ഞാൻ ഇപ്പൊ തന്നെ വരാം എന്ന് പറഞ്ഞ മഹേഷ് ഫോൺ വെക്കാണ്. അപ്പോ ഇഷിത ചോദിക്കണ്ട, ആരാ അത്? ഞാൻ പറഞ്ഞില്ലല്ലോ, സാന്ദ്ര. ഞാൻ സാന്ദ്ര അടുത്ത് ആദരയുടെ കേസിന്റെ കാര്യം ഒന്ന് പറഞ്ഞായിരുന്നു. അവൾക്ക് എന്തോ തെളിവ് കിട്ടിയിട്ടുണ്ട്. അപ്പോ നാളെ വരാൻ പറഞ്ഞു. ഞാൻ ഇപ്പൊ തന്നെ വരാന്ന് പറഞ്ഞു. അത് നന്നായി മഹേഷ്, പെട്ടെന്ന് തന്നെ ഞാൻ അങ്ങോട്ടേക്ക് പോകാം എന്ന് ഇഷിതയും പറയാണ്. അവരങ്ങനെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് നമ്മുടെ മഹേഷ് ആണെന്നുണ്ടെങ്കിൽ മഹേഷിനോട് നമ്മുടെ സാന്ദ്ര എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇന്ന ഭാഗത്ത് അവർക്ക് ആകാശിനും അൻസാരിദാസും കൂടിയിട്ട് ഈ ഒരു വീടിന്റെ പരിധിയിൽ കുറെ നാളായിട്ട് ചുറ്റിക്കറങ്ങുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു വീടിന്റെ പരിധിയിലേക്ക് മഹേഷ് നാളെ പോകുകയാണ്. അവിടെ കുറെ ഗുണ്ടകളുണ്ട്. ആ ഗുണ്ടകളെല്ലാം തന്നെ മഹേഷിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ മഹേഷ് തിരിച്ച് നല്ലൊരു അടിയൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം മഹേഷ് നാളെ ആതിരനെ കണ്ടുപിടിക്കുന്ന സീനാണ്. പിന്നീട് വിനോദിനോട് പറയുന്നുണ്ട്, നീ ഒന്ന് ജയിലിൽ പോയിട്ട് വിനോദിനെ കണ്ട് പറയുന്നുണ്ട്, നീ പേടിക്കണ്ട, ഈ പ്രാവശ്യം കോടതിയിൽ നീ ജയിച്ചിരിക്കും എന്നിങ്ങനെ പറയുന്ന ഭാഗത്തോടെയാണ് പ്രൊമോ തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.